ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ട് കുറച്ച് ദിവസമായി. ഈ വീട് മാറലും അല്ലാതെ കുറേ തിരക്കുകളും കാരണം എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ തിരക്കിൽ തന്നെ ഞാൻ എൻ്റെ സെൽഫ് കെയറും കാര്യങ്ങളും ഭയങ്കര മോശമായിരുന്നു. സാധാരണ ഞാൻ പെഡിക്യൂറൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ പുറത്ത് പെഡിക്യൂർ ചെയ്യാനായിട്ട് പോണത്. കാരണം എനിക്ക് അത്ര ഞാൻ ബിസി ആയിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്ത് നമുക്ക് ആദ്യമായിട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം സ്റ്റുഡിയോ 099 ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബ്യൂട്ടി ക്ലിനിക്കിലാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഭയങ്കരമായിട്ട് ടാനൊക്കെ ആയിട്ട് ഒട്ടും തന്നെ ഞാൻ ശ്രദ്ധിക്കാതെ വളരെ മോശമായി. ഞാനും ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ആ ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്താ പറയുക ഭയങ്കരമായ ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പം ഒട്ടും തന്നെ എനിക്ക് എന്നെയും കെയർ ചെയ്യാൻ പറ്റിയില്ല. എന്താ പറയുക അല്ലാതെ തന്നെ എനിക്ക് ഈ പറഞ്ഞില്ല വീഡിയോ പോലും എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം എനിക്ക് ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല. പാപ്പുമ്മ ബഹളം ഉണ്ടാക്കില്ല, അമ്മ റെക്കോർഡ് ചെയ്യാം കേട്ടോ. പാപ്പു ഇവിടെ ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ അതിനിടയിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. പാപ്പു ഉണ്ടാതിരിക്കുന്ന ഒരു സമയം പോലും ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് പുറത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഡബിൾ മടങ്ങ് എഫക്റ്റാണ് നമ്മൾ പുറത്ത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതെനിക്ക് ആദ്യമായിട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നല്ല റിലാക്സ് ടൈം മസാജൊക്കെ ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു എന്താ പറയുക നമ്മൾ ഭയങ്കര ഒരു സ്ട്രെസ്സൊക്കെ റിലീഫ് ആവുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ കാലും നല്ല അടിപൊളിയായിട്ട് അവർ നല്ല നീറ്റായിട്ട് ചെയ്തു തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സർവീസും അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ അതിന് ശേഷം ഇതിപ്പോൾ ഒരു ജാനുവരി 15 ശേഷമുള്ള വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് ശേഷം ഒരു തവണ പോയി ഞാൻ ചെയ്തായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്കായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് നെയിൽ പോളിഷൊക്കെ ഇട്ട് എൻ്റെ കാല് നല്ല അടിപൊളിയാക്കി എനിക്ക് തന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ കാൽ ഇത്ര അടിപൊളിയാക്കിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് എൻ്റെ ഹെയറും കൂടെ ഒന്ന് വാഷ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് സലൂണിൽ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ ഒന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുകയാണ്. അത് അവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാണ്. ഞാൻ എൻ്റെ ഹെയർ ഞാൻ പുറത്തൊരാൾക്ക് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനാണെങ്കിലും അത് ഞാൻ വേറെ ആരെയും കൊണ്ട് അധികം ചെയ്യിപ്പിക്കാറില്ല. എനിക്ക് ഒന്നുകിലും ഞാൻ സ്വന്തമായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇച്ചായനെ കൊണ്ടോ എൻ്റെ അമ്മയെ കൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് പുറത്തൊരാളുടെ അടുത്ത് ഞാൻ ഹെയർ വാഷിന് പോകുന്നത്. പക്ഷേ അയാൾ നല്ല നീറ്റായിട്ട് ചെയ്തു തന്നു കേട്ടോ. കാരണം അയാൾ തന്നെ ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ പറയുന്നത് ഇത്രയും നീളമുള്ള ഹെയർ ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം അയാളും കുറേ സ്ട്രഗിൾ ചെയ്തു കേട്ടോ. ഇത് ഹെയർ ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ടൈം എടുത്തു. പക്ഷെ ഭയങ്കരമായിട്ട് അയാളൊരു എന്താ പറയുന്നത് കെയർ ചെയ്താണ് എൻ്റെ ഹെയർ നന്നായിട്ട് അയാൾ ചെയ്തത് കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറത്ത് ആരുടെയും കയ്യിൽ ഹെയർ കട്ട് ചെയ്യാനോ അതുപോലെ തന്നെ ഹെയർ ഞാനങ്ങനെ കൊടുക്കില്ല. ഇതിപ്പോൾ നിങ്ങൾ നോക്കി ആ ഒരു ഉടക്കൊക്കെ എടുക്കുന്ന അയാൾ നല്ല കെയർ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്കങ്ങനെ ഒരുപാട് മുടിയൊന്നും പൊട്ടിയൊന്നും പോയില്ല. നല്ല നീറ്റായിട്ട് കെയർഫുള്ളായിട്ട് അയാൾ ചെയ്തത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഈ ചിരിക്കുന്നൊക്കെ അയാളിങ്ങനെ ഓരോ കാര്യം പറഞ്ഞാണ് ചിരിക്കുന്നത് കേട്ടോ. ഈ മുടി ഇങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പം അത്രയും ടൈം എടുത്തു. കാരണം നോക്കി ഫൈനൽ ലുക്ക് കണ്ട് നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ലുലു പോയി. നല്ല വിശന്നു കേട്ടോ. കാരണം ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഞാൻ ആ ബ്യൂട്ടി ക്ലിനിക്കിലായിരുന്നു. ഇച്ചാൻ പോയി നല്ല ചൂട് കട്ട്ലറ്റും ഹോട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഇച്ചാൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ അതിന് പകരം ഒരു ബ്ലാക്ക് ടീയും ബട്ടൂരയായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ എൻ്റെ വിശപ്പൊക്കെ ഏകദേശം ശമിച്ചു. അപ്പം അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 5 മണിക്ക് എണീറ്റു. എന്തിനാ 5 മണിക്ക് എണീറ്റ് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ പാപ്പു 5 മണിക്ക് എണീറ്റപ്പോഴേ പാപ്പുവിനൊരു സംശയം തോന്നി. ഇവരെന്തോ എവിടെയോ പോകാനുള്ള പരിപാടിയാണ്. പാപ്പു ഇച്ചിരി പിണക്കത്തിലാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവനെ പുറത്ത് കൊണ്ടുപോയി മൂത്രവും അപ്പിയൊക്കെ ഇടിപ്പിക്കുന്നത് ഇച്ചായന. അപ്പം ഇച്ചായന അവനെ പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ സാധാരണ നമ്മളൊരു 7 മണി 8 മണിക്കൊക്കെയാണ് അവനെ പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ 5 മണിക്ക് അവനെ റെഡിയാക്കി പുറത്ത് കൊണ്ടുപോകണം. അപ്പം പുറത്ത് പോകാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ലീഷിട്ടാണ് കൊണ്ടുപോകണം. കാരണം ഒരു കുറച്ച് സൈഡ് മണ്ണൊക്കെയാണ്. അവിടെ പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ അവൻ പൂച്ചയുടെ പിറകെ ഓടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അവനെ പിന്നെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറക്കുമ്പോൾ അവനെ ലീഷിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറക്കുന്നത്. അപ്പം പുറത്ത് പോയി അവൻ മൂത്രമൊക്കെ ഒഴിച്ച് അപ്പയൊക്കെ ഇട്ടിട്ട് അവൻ നീറ്റായിട്ട് തിരിച്ച് കയറി വരും. വേറെ കുഴപ്പമൊന്നുമില്ല.
അപ്പം ആശാന് മനസ്സിലായി നമ്മൾ എവിടെയോ പോകാനാണ് പോകുന്നത്. അപ്പോൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ചെറിയൊരു പിക്നിക്ക്. ഞാനും ഇച്ചായനും ബെന്നു അനുമായിട്ട് ഞങ്ങളൊരു പിക്നിക്ക് പോകാമെന്ന് വിചാരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൊന്മുടി ആണ് നമ്മൾ പോകുന്നത്. കുറേ നാളായിട്ട് പൊന്മുടി പോകണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഇപ്പം പോവാണ്. അപ്പം നമ്മൾ ഈ പൊന്മുടിയിൽ വെറുതെ അങ്ങോട്ട് പോകണില്ല, നമ്മളൊരു പൊതിച്ചോറൊക്കെ കെട്ടി പോകാനുള്ള പരിപാടി, പണ്ടത്തെ ഒരു പിക്നിക്കില്ലേ ആ ടൈപ്പ്. അപ്പം ഞാനിത് വറുക്കുന്നതെന്ന് പറയുന്നത് ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് നമ്മൾ കുക്കിംഗ് ഒക്കെ തുടങ്ങി. ഇപ്പുറത്തെ കലത്തിൽ അരി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് രാവിലത്തെ പരിപാടികളും കാര്യങ്ങളും. അങ്ങനെ കുക്കിംഗ് ഒക്കെ ഒരു വശത്തോടെ നടന്നു പോകുന്നു. അപ്പം അതിനിടയിൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചമ്മന്തിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ ഉണ്ട പിടിച്ച് വെക്കുകയാണ്. പിന്നെ അതുപോലെ ഫ്രൈ ഒക്കെ നമ്മൾ റെഡിയാക്കി ഇലയൊക്കെ വാട്ടിയെടുത്തു. ഇത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പം നമ്മൾ തലേന്നേ വെച്ച് അത് താണ്ട് നമ്മൾ ചെറിയൊരു കണ്ടെയ്നറിൽ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോറ് പൊതിയാണ്. ഈ മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ അനു ഉണ്ടാക്കി കൊണ്ടുവന്നു. ബാക്കി ഫ്രൈയും ചമ്മന്തിയും ചോറും പൈനാപ്പിൾ പുളിശ്ശേരിയും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും വായിൽ നിൽക്കുകയാണ്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയുമ്പോൾ പൊതിച്ചോറിൽ കഴിക്കണം. പിന്നെ അതുപോലെ ഭയങ്കര നൊസ്റ്റാണല്ലോ, നമ്മൾ സ്കൂളിൽ എനിക്ക് അമ്മ പൊതിച്ചോറൊക്കെ കെട്ടിത്തരുന്നതാണ് ഓർമ്മയൊക്കെ വരുന്നത്. അപ്പം ഞാനത് നല്ലപോലെ പാക്ക് ചെയ്ത് പൊതിച്ചോറാക്കി എടുത്ത് അങ്ങനെ ഞങ്ങൾ എന്താ പറയണത് നമ്മൾ പൊന്മുടിയിലോട്ട് പോവാണ്. അപ്പോൾ രാവിലെ നമ്മളൊന്നും കഴിച്ചില്ല. അപ്പം നമ്മുടെ ഉച്ചക്കടയിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഉച്ചക്കട എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക പാരഡൈസ് എന്നാണ് ഞാൻ പറയത്തുള്ളൂ. അത്ര കിടിലം ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉച്ചക്കട. ഞാനത് പ്രത്യേകിച്ചൊരു വ്ളോഗ് പിന്നെ ഞാൻ ചെയ്യും കേട്ടോ, ഈ ഉച്ചക്കടയിലെ ഫുഡിൻ്റെ. അപ്പോൾ രാവിലെ നമ്മൾ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എന്താ പറയണത് പൊന്മുടിയിലോട്ട് വിട്ടു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ പോകാനായിട്ട്. ഒരു ഈ കോടയില്ലായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ പോയി ഇരുന്ന് നമ്മളെ വെയിൽ കായാണ്, ശരിക്കും പറഞ്ഞാൽ അത്ര തണുപ്പാണ്, ഭയങ്കര കാറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പോയി അവിടെ ഫോട്ടോസൊക്കെ എടുത്തും ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു നമ്മുടെ ആ ഒരു എന്താ പറയുക പൊന്മുടി പിക്നിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ വീഡിയോസ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത്. പക്ഷെ നമ്മൾ പൊന്മുടി പോയത് വേറൊരു കാര്യം കൂടിയാണല്ലോ, ഈ പൊതിച്ചോറ് തിന്നുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഒരു കാര്യം. അപ്പം നമ്മൾ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വന്ന് നമ്മൾ അവിടെ പൊതിച്ചോറൊക്കെ തുറന്ന് എനിക്ക് ഇതാ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു കേട്ടോ. അത്ര ഒരു ടേസ്റ്റായിരുന്നു ആ പൊതിച്ചോറിലിരുന്ന ആ ഒരു ഫുഡ്, അടിപൊളിയായിരുന്നു. ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു വൈകിട്ട് 3 മണിക്കൊക്കെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നൈറ്റ് ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ മുഖത്തൊരു ചെറിയൊരു ക്ഷീണമുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് പോപ്കോണൊക്കെ തിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ അതിൻ്റെ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറ്റിയെടുത്ത് രാത്രി എനിക്കൊന്നൊരു 10 മണിക്കാണെന്ന് തോന്നുന്നു ഷോ. അപ്പം ഞങ്ങൾ പോയ സിനിമ എന്ന് പറഞ്ഞാൽ രേഖാചിത്രമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ, ആ ഒരു ടൈമിലാണ് ഈ ഫുട്ടേജ് ഒക്കെ നമ്മൾ എടുത്ത് വച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ നൈറ്റ് തിരിച്ച് വീട്ടിൽ പോയി. ഇത് പിറ്റേ ദിവസം വൈകിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ ശംഖുമുഖത്ത് പോയതാണ്. അപ്പം അവിടെ ഒരു ചേച്ചി നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ്. എനിക്ക് ഈ കമ്മൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു പൊതുവെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ഈ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന കമ്മൽ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമുക്ക് എത്ര ഉണ്ടെങ്കിലും എന്താണ് ഒന്നുകൂടെ എടുക്കാം എന്നൊരു തോന്നൽ നമുക്ക് വരും കേട്ടോ. എനിക്ക് തോന്നുന്നു പൊതുവെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. അയ്യോ ഈ മോഡൽ എൻ്റെ ഇല്ലല്ലോ, എന്നാൽ ശരി ആ മോഡൽ നമുക്ക് എടുത്ത് കളയാം എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഒരു കമ്മലെങ്കിലും നമ്മൾ വാങ്ങാതിരിക്കില്ല. പിന്നെ വിലയും ഭയങ്കര സാധാരണ വിലയാണ്. ശംഖുമുഖം വൈകിട്ട് അടിപൊളി കേട്ടോ. സന്ധ്യയ്ക്ക് നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് നമുക്കങ്ങനെ കറങ്ങി നടക്കാൻ അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പാപ്പുവിന് എന്താ പറയുന്നത് ഈ ഒരു ജിറാഫിനെ മേടിച്ച്, എവിടെ പോയിട്ട് വന്നാലും പാപ്പുവിന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകും കേട്ടോ. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം ഇച്ചാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഈ സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചിൻ്റെ അടുത്ത് ഒരു ബീച്ചുണ്ട്. തുമ്പയ്ക്കും സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചിനും ഇടയ്ക്കുള്ള ഒരു ബീച്ചാണ്. അടിപൊളി ബീച്ചാട്ടോ, അധികം ക്രൗഡൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി വൈകിട്ട് ചായയൊക്കെ കുടിച്ച് എന്താണ് ഒന്ന് ചില്ലൊക്കെ ചെയ്ത്. ആക്ച്വലി ഇതിപ്പം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ദിവസമൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നു. നല്ല ഫണ്ണായിരുന്നു, തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്ത് ഒരു നല്ലൊരു ഈവനിങ്. എനിക്ക് പിന്നെ ആ ബീച്ച് ഞങ്ങൾ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ആ ബീച്ചിൽ പോകാറുണ്ട് കേട്ടോ. നൈറ്റൊക്കെ പോയിരിക്കും, നല്ല രസമാണ്, ഒട്ടും ക്രൗഡില്ല. അപ്പം ഞങ്ങളങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ല സുന്ദര കുട്ടപ്പ, എനിക്ക് തോന്നുന്നു അവിടുത്തെ മിസ്റ്റർ സെൻറ്റ് ആൻഡ്രൂസ് ആണെന്ന് തോന്നുന്നു, അവിടെ വലിയ പുള്ളിക്കാരനെ പോലെ അവിടെ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ അവൻ കുറേ നേരം നമ്മുടെ അടുത്തൊക്കെ വന്ന് നിന്ന് എന്താ പറയണത്, എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത് പാപ്പുവിൻ്റെ സ്മെല്ലുണ്ടാവും, ഡോഗ്സിന് അത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവൻ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, കറങ്ങി വാലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നല്ല
നല്ലൊരു ഈവനിങ് കേട്ടോ, നല്ല സ്കൈ ഒക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. ഞങ്ങൾ അവിടെ കുറേ നേരം വൈബ് അടിച്ചിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് വർക്കലയാണ്. വർക്കല നമ്മൾ പോയി ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ബാർഗെയിനൊക്കെ ചെയ്ത് നമ്മുടെ ബെന്ന് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ബെന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റിന് നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടും. ബെന്ന് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിച്ചു തരും കേട്ടോ. എനിക്ക് വെച്ചാലും അത്ര ബാർഗെയിൻ സ്കില്ലില്ല കേട്ടോ. അത് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണല്ലോ കഫേ ഇറ്റാലിയനോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയണ്ടല്ലോ, അടിപൊളിയാണ്. മുമ്പ് നമ്മുടെ ഒരു വ്ളോഗിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സ്ഥിരം സ്പോട്ട് തന്നെയാണ് ഈ കഫേ ഇറ്റാലിയനോ. അപ്പം ഞങ്ങൾ അവിടെ പോയി നമുക്കൊരു ബീച്ച് വ്യൂവിൽ, നമുക്ക് ബീച്ചൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടാണ്, എന്നാലും നമ്മളൊരു ബീച്ച് വ്യൂവിലുള്ള ഒരു സീറ്റൊക്കെ പിടിച്ച് നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഇച്ചാൻ്റെ ബർത്ത്ഡേ അങ്ങനെ നമ്മൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് എന്താ പറയുക ആഘോഷിക്കുകയാണ്. പിന്നെ ഇച്ചാനി കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ പരിപാടിയൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഒരു പ്രത്യേകതരം ഒരു മനുഷ്യനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കേക്ക് കട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഈ തോരണമൊക്കെ കെട്ടി നമ്മുടെ വലിയ വാഴക്കൊലയും വെച്ചാൽ അതും അവിടെ വെച്ചാലും എനിക്ക് സന്തോഷമാണ്. നമ്മൾ കല്യാണമൊക്കെ നടക്കൂലേ, രണ്ട് സൈഡിൽ വാഴക്കൊലയും തെങ്ങക്കൊലയൊക്കെ വെച്ച് നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെ വെച്ചാൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേക്ക് നമ്മൾ വാങ്ങാത്തത്. കാരണം ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇച്ചാൻ്റെ അടുത്ത് ചെയ്യുന്നത് ഇച്ചാന് ഭയങ്കരമായിട്ട് ഇച്ചാൻ്റെ മൂഡ് സ്പോയില്ല. അപ്പം ഞാൻ അതുകൊണ്ട് കേക്കൊന്നും ഇത്തവണ ഞാൻ അങ്ങനെ സർപ്രൈസോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പിന്നെ ഇച്ചാൻ ഇഷ്ടമുള്ള ഫുഡ് അതാണല്ലോ, നമ്മൾ ബർത്ത്ഡേ ബോയ്ക്ക് എന്താണോ ഇഷ്ടം അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആൽഫ്രഡോ അത് മേടിച്ചു, ചിക്കൻ ആൽഫ്രഡോ മേടിച്ചു. പിന്നെ ജ്യൂസ്, പിന്നെ ഇത് കോക്ടെയിലാണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ പിസ്സ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ പോകുമ്പോഴത്തേക്കും നമ്മൾ സ്ഥിരമായി വാങ്ങുന്ന ഒരു ഐറ്റത്തിൽ ഒന്നാണ് ഈ ഒരു പിസ്സ. എനിക്കൊരു ചിക്കൻ ആൽഫ്രഡോ ഇതിനേക്കാളും നമുക്കിഷ്ടം നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസിൻ്റെ അവിടെയുള്ള ആ ഒരു കഫേയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഒരു കട്ടനും കൂടെ കുടിച്ച് ഞങ്ങളുടെ ആ ഒരു ഡിന്നർ അവിടെ തീർന്നു. ഇത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൊല്ലം RP മാളിൽ വെച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു, വൈകിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ് ഇന്നലത്തെ ക്ഷീണവും ഇതൊക്കെ ഉണ്ട്. കാരണം നമ്മൾ രാത്രി ഒരു 2 മണിയോ 3 മണിക്കൊക്കെയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ കൊല്ലം RP മാളിൽ എത്തി. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തി. കാരണം നമുക്ക് വൈകിട്ട് 5:30ക്കാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത്. അല്ല, ഞാൻ ചോദിച്ചത് എനിക്ക് ഇംഗ്ലീഷിലൊന്നും സംസാരിക്കാനാണ്. ഞാൻ പറഞ്ഞ് മലയാളത്തിൽ ചോദിക്കാമെന്ന് പറഞ്ഞു, അങ്ങനെ വന്ന് ചോദിച്ചത്. അവിടെ വെച്ച് പൂജ എന്ന് പറഞ്ഞൊരു ആൻറ്റിയെ പരിചയപ്പെട്ടു കേട്ടോ. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ആൻറ്റി ആയിരുന്നു. ആൻറ്റി എൻ്റെ ഫോളോവറാണ്. എന്നെ കണ്ട് ഓടി വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനപ്പുറം എനിക്ക് എന്ത് വേണമെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അത്ര സന്തോഷമാണ് എനിക്ക് തോന്നിയ നിമിഷങ്ങളാണത്. കാരണം നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് ഓടി വന്ന് അവരുടെ ഇഷ്ടം നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. അയ്യോ, എനിക്ക് അതിനപ്പുറം ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നലാണ്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്ന് തോന്നുന്നത് ഈ നിമിഷങ്ങളിലാണ്. അവരുടെ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ആൻറ്റി ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ആൻറ്റി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൻറ്റിയെ. ആണോ? ശരി ആൻറ്റി, കണ്ടതിനും പരിചയപ്പെട്ടതിലൊക്കെ വളരെയധികം സന്തോഷം. ശരി ആൻറ്റി, എടുക്കാം, ഉറപ്പായിട്ട് എടുക്കാം. അങ്ങനെ ആൻറ്റിയുടെ കൂടെ നിന്ന് കുറച്ച് നല്ല നൈസ് പിക്ചേഴ്സൊക്കെ എടുത്ത് ആൻറ്റിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. ഇത് ദീപു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. പുള്ളിയും വന്ന് എൻ്റെ അടുത്ത് പരിചയപ്പെട്ടു, കുറച്ച് പിക്സ് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എടുത്തുകൂടാ, ഇഷ്ടംപോലെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നല്ല പിക്സ് എടുത്തു വന്നു. അപ്പോൾ ഞാനതൊക്കെ കുറച്ച് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പോർഷൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി, കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ പോകണ്ടേ. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു സ്ഥലത്തൊക്കെ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുന്ന ടൈമാണ്. അപ്പോൾ 2 സൈഡും നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ ഒരു വ്ളോഗ്. അപ്പം നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.